നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. ആശാവർക്കർമാരുടെ സമരം കേന്ദ്രത്തോട് ഉന്നയിക്കാൻ കേരളം. പ്രത്യേക പ്രതിനിധി KV തോമസ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. വയനാട് പാക്കേജ്, സിൽവർ ലൈൻ പദ്ധതി എന്നിവയിലും ചർച്ച നടത്തുമെന്ന് KV തോമസ് പറഞ്ഞു. KV തോമസ് മാഷ് പറഞ്ഞതൊന്ന് കേൾക്കാം. ഇതൊന്നും രാഷ്ട്രീയവൽക്കരിക്കേണ്ടതല്ല, യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണണം. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വരേണ്ട ബാധ്യതകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശമ്പളം പോരാ എന്ന് പറയുന്നതിനോട് ഇപ്പോൾ വ്യത്യാസമില്ല. പക്ഷെ അത് ആര് കൊടുക്കും, അതെങ്ങനെ കൊടുക്കും, ഇത് ആലോചിക്കേണ്ട കാര്യമല്ലേ. കേരളം കൊടുക്കുന്ന ഹോണറേറി ആയിട്ടാണ് കൊടുക്കുന്നത്. ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിനൊപ്പം രാഷ്ട്രപതി ഭവനിൽ പോയി. അദ്ദേഹം പറഞ്ഞ കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സഹകരിക്കാം. അദ്ദേഹത്തിനോട് പറഞ്ഞ് എനിക്ക് മുഖ്യമന്ത്രിയോടൊപ്പം പോയി പ്രധാനമന്ത്രിയെയോ മറ്റാരെയും കാണാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് എല്ലാവരും യോജിച്ചു നിൽക്കണം. ഞാൻ എംപിമാരോട് പറയാൻ പോണതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോണറേറിയം കൊടുക്കുന്നത് കേരളം തന്നെയാണ്. നമുക്ക് സഹായം കിട്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. ഇത് ഔദാര്യമല്ല, ഇത് നമ്മുടെ അവകാശം കൂടി. ജോയ്സ് ഡാനിയൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, എന്തായാലും ചർച്ചകൾക്ക് കേരളം തയ്യാറെടുക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നടക്കില്ല. അതേസമയം കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന മട്ടിലായിരുന്നു കേരളത്തിൻ്റെ പ്രതിരോധം. ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണോ കേരളം? അങ്ങനെ തന്നെ പറയണം അരുൺകുമാർ. KV തോമസ് ഇന്ന് ഉച്ചയ്ക്കാണ് നിർമ്മലാ സീതാരാമനെ കാണുന്നത്. ആ സമയത്ത് ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ആശാവർക്കർമാരുടെ സമരവും ഉൾപ്പെടുത്തുമെന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായം അത് കേരളത്തിൻ്റെ ഔദാര്യമല്ല, അത് അവകാശമാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് ഇപ്പോൾ KV തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഈ സമരങ്ങൾ നീണ്ടുപോകുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ധനമന്ത്രിയെ കാണുമ്പോൾ ഈ വിഷയം ഉന്നയിക്കും എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി ദില്ലിയിലുള്ള KV തോമസ് തന്നെ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തു പോകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തിങ്കളാഴ്ച ദില്ലിയിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചർച്ച എന്ന് എടുത്തു പറയണം. അത് ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം തന്നെ വയനാട് പാക്കേജ്, സിൽവർ ലൈൻ പദ്ധതികളടക്കം ഇന്നത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. താങ്ക് യു ജോയ്സ്. കൂടിക്കാഴ്ചയൊക്കെ നടക്കും, എന്തെങ്കിലും കൈ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും KV തോമസ് മാഷ് നിർമ്മലാ സീതാരാമനുമായി സംസാരിക്കുന്നുണ്ട്. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അഭ്യൂഹങ്ങളും കെട്ടുകഥകളും കള്ളക്കണക്കുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു.